മെക്കാനിക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. വേറെ ഒന്നുമല്ല, നമ്മളെ ഫോർഡിൻ്റെ വണ്ടികൾക്ക്, ഡീസൽ വണ്ടികൾക്ക് നമ്മൾ ഫിൽറ്റർ മാറും. ഇതാണ് ഡീസൽ ഫിൽറ്റർ മാറും. അപ്പോൾ ഈ സാധനം മാറി കഴിഞ്ഞാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല. നമ്മളെ പമ്പ് വരും, പമ്പല്ല, നമ്മളെ മാനുവലി നമ്മൾ പമ്പ് ചെയ്ത് ലോഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള സാധനമാണ് ഇത്. പക്ഷേ നമ്മളിത് എത്ര ചെയ്താലും ഇതിനകത്ത് ഫ്യൂൽ നിറയില്ല, ഡീസൽ ഫിൽറ്ററിനകത്ത്. അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഈ ലൈൻ അഴിക്കുക, ഈ പച്ച ലൈൻ അഴിച്ചിട്ട് ഈ ട്യൂബിൽ വേറൊരു എക്സ്റ്റേണൽ ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ വെച്ച് വലിക്കുക, ഊതി വെളിയിലെടുക്കുക, ഡീസൽ വരും വരെ എടുക്കുക. ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് ഇതിനകത്തൂടെ കയറി ഡീസലിനകത്ത് നിറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള എയറും കാര്യങ്ങളെല്ലാം അതിൽ കൂടെ കയറി ഡീസൽ ഫുള്ള് നിറഞ്ഞിരിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ലോക്കൊന്ന് പ്രസ് ചെയ്ത് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് മിക്കവർക്കും അറിയായിരിക്കും. അപ്പം ഈ പഠിച്ചു പറഞ്ഞ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിതേപോലത്തെ ടിപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് യൂട്യൂബിൽ കമൻറ്റ് ഇടണം, നീ ആരടാ, നീ പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഇത് അറിഞ്ഞാത്തവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ആണെങ്കിൽ പറയാം, ഡീസൽ ഫിൽറ്റർ മാറിയതിന് ശേഷം ഈ ട്യൂബ് വരും, ഈ പച്ച ട്യൂബ് ഊരിയിട്ട് അതിലൊരു വേറൊരു ഹോസ് ഇടണം. എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് വലിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വലിച്ചാലും മതി. വലിച്ച് ഡീസൽ വരും വരെ വലിച്ചെടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. അപ്പം ഒന്നുകൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.